വിഷുവിന്റെ തലേന്ന് എരിക്കുമ്പൂ പറിക്കുന്ന ഒരു ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു. ആ പറിച്ച എരിക്കുമ്പൂ ഭഗവാന് മാല ചാർത്താനായിരുന്നു കേട്ടോ. പലരും പല രീതിയിലാണ് മാല കോർക്കാറ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് മാല കോർത്തത് എന്ന് കണ്ടാലോ? ആദ്യം തന്നെ പൂവിന്റെ ഇതളുകളൊക്കെ മാറ്റും. പിന്നെ സെന്ററിൽ ക്ലസ്റ്റർ ആയിട്ട് കിടക്കുന്ന ഭാഗല്ലേ, ആ ഭാഗം മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. അതിന്റെ മുകളിലുള്ള സ്റ്റിഗ്മ എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു ഹോള് കിട്ടും. എന്നിട്ട് ആ ഹോളിലൂടെ വെറുതെ സൂചി നൂലും വെച്ചിട്ട് കോർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാല ഉണ്ടാക്കാം. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ മരം ഉണ്ട് എന്നാണല്ലോ പറയാറ്. അതുപോലെ തിരുവോണം നക്ഷത്രക്കാരുടെ മരമാണ് എരി. എന്റെ നക്ഷത്രവും തിരുവോണം നക്ഷത്രമാണ്. പണ്ട് ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്നിട്ട് പാലാഴി കടയുമ്പോ ഉണ്ടായ കാളകൂട വിഷം ഭഗവാൻ ശിവൻ സേവിക്കുന്നതിന്റെ ഇടയിൽ 2-3 തുള്ളി എരിക്കുമ്പൂവിലേക്ക് വീണു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് തൊട്ടാണ് ഇത്ര ഈ വെള്ള എരിക്കുണ്ടായിരുന്നത് നീല എരിക്കായിട്ട് മാറിയത്. കഥ പറച്ചിലിന്റെ ഇടയിൽ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്റെ വീട്ടില് വിഷുവിന് എരിക്കുമാല ഒന്നും ഉണ്ടാക്കാറില്ല. കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിത് കാണാൻ തുടങ്ങി. അങ്ങനെ മാല നമ്മൾ കൃഷ്ണന് ചാർത്തി. വീട് മാറിയത് കൊണ്ട് തന്നെ അതിന്റേതായ എല്ലാ അസൗകര്യങ്ങളും നമുക്ക് കണി വെക്കുമ്പോ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ മറികടന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ കണി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഇത്തവണത്തെ വിഷുക്കണി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.